ഇവിടെ ഒരു ദുഷ്ടശക്തി അവന്റെ ആയുധം ഉപയോഗിച്ച് മാസ്റ്ററിന്റെ തല ഇരുമ്പ് കത്തികൾ കൊണ്ട് മൂടാണ്. എന്നിട്ട് പറഞ്ഞു ഈ ആയുധം അയാൾ നരകത്തിൽ നിന്നാണ് കൊണ്ടുവന്നതെന്ന്. അപ്പൊ അത് വെച്ച് ആരുടെയെങ്കിലും തല ഒരു വട്ടം ചുറ്റി വളഞ്ഞാല് അതെടുക്കാൻ പറ്റില്ല, അങ്ങനെ അയാൾ മരിച്ചു പോകും. അതുകൊണ്ട് മാസ്റ്ററിന് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടെങ്കിൽ പറയാണ്. എന്നാൽ മാസ്റ്റർ അതൊന്നും കണ്ട് പേടിക്കാതെ വളരെ റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് ഒരു മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ആ ദുഷ്ടൻ അവന്റെ അടുത്ത ആയുധം വെച്ച് മാസ്റ്ററിനെ കൊല്ലാൻ നോക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ആ ഇരുമ്പ് കത്തികള് അവന്റെ തലയിൽ തന്നെ വന്ന് പുതിയാണ്. കൂടാതെ അവന്റെ തല അത് ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവന് വേദന സഹിക്കാൻ പറ്റാതെ മോളിൽ നിന്ന് താഴേക്ക് വീഴാണ്. എന്നിട്ട് അവൻ ആ വെപ്പൻ തലയിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നേ ഇല്ല. അപ്പൊ സ്വന്തം ആയുധം പോലും അവന് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. ഉടനെ മാസ്റ്റർ പറഞ്ഞു, നീ ചെയ്ത മോശം കാര്യങ്ങൾക്ക് നീ ക്ഷമ ചോദിച്ച് നല്ലവനായാലും നിന്റെ തലയിൽ ചുറ്റിയിരിക്കുന്ന ആയുധം ഞാൻ റിലീസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ പോയി അവൻ മരിക്കുമെന്ന് മനസ്സിലാക്കിയ ഉടനെ അവൻ മാസ്റ്ററോട് ക്ഷമ ചോദിക്കുകയാണ്. അടുത്ത സെക്കൻഡിലെ തലയിലിരുന്ന കത്തികള് പയ്യെ റിലീസ് ആവാൻ തുടങ്ങി. അവസാനം മാസ്റ്റർ തന്റെ വാളെന്ന് റൊട്ടേറ്റ് ചെയ്തതും പുള്ളിയുടെ തലയിലിരുന്ന കത്തിയെല്ലാം പൊളിഞ്ഞ് തറയിൽ വീണ് മാസ്റ്റർ റിലീസ് ആവുന്നു. അപ്പോഴാണ് അവൻ ഈ മാസ്റ്റർ എത്രയും പവർഫുൾ ആണെന്ന് മനസ്സിലായത്.